വളരെയധികം നന്ദി. ഗോപി എന്നൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ഗോപി, പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട് ശ്രീകൃഷ്ണപുരം. പാലക്കാട് ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, മണ്ണാർക്കാട്. യെസ്, ശ്രീ ഗോപി, താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ KM ഷാജിയുടെ പ്രതികരണത്തെ? നമ്മുടെ 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു KK ശൈലജയാണെന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ UDF നേരിടാൻ പോകുന്ന ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയാണ് വടകരയിൽ KK ശൈലജ. വടകരയിൽ KK ശൈലജ വന്നു കഴിഞ്ഞപ്പോൾ UDF-ന് പനിപിടിച്ചു തുടങ്ങി. അതാണ് സത്യം. വടകരയിൽ KK ശൈലജയുടെ പേര് കേട്ടു തുടങ്ങിയപ്പോ തന്നെ, മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോ തന്നെ UDF-ന് പനി പിടിച്ചു തുടങ്ങി, പിച്ചും പേയും പറയാൻ തുടങ്ങി. അതാണ് ഷാജി പറഞ്ഞിരിക്കുന്നത്. വടകരയിൽ CPM വിരുദ്ധ ഭയത്തിന്റെ ഭാഗമായിട്ടുള്ള പിച്ചും പേയുമാണ് ഷാജി പറയുന്നത്. ഈ പറയുന്നതുകൊണ്ടൊന്നും വടകരയിൽ ഇത്തവണ KK ശൈലജയെ തോൽപ്പിക്കാൻ UDF-ന് കഴിയത്തില്ല. പിന്നെ ഷാജിക്ക് കേരളത്തിൽ എന്ത് വിശ്വാസ്യതയുള്ളത്? ബാത്റൂമിന്റെ ക്ലോസറ്റിനകത്ത് ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ചതിനെ സംബന്ധിക്കുന്ന വിശ്വാസമാണോ ഷാജിക്കുള്ളത്? കേടായ TVക്കകത്ത് ലക്ഷക്കണക്കിന് രൂപ കരുതിവെച്ച് ED-യെയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളെയും പറ്റിക്കാൻ ശ്രമിച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച പണം വാങ്ങി എടുത്ത ഈ ഷാജിക്ക് എന്ത് വിശ്വാസ്യത കേരളത്തിലുള്ളത്? ഇയാൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും ഇയാൾ നടത്തിയിട്ടുള്ള വാചകങ്ങളും ഒക്കെ കേരളത്തിൽ ജനങ്ങൾക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. വടകരയിൽ UDF പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു. വടകരയിൽ മാത്രമല്ല, മലബാറിലുടനീളം അതിന്റെ പ്രതിഫലനം ഉണ്ടാവും, ഒരു സംശയമില്ല. LDF-നെ KK ശൈലജയെ വടകരയിൽ KK ശൈലജയുടെ പേര് വടകരയിൽ കേട്ടു തുടങ്ങിയപ്പോ UDF-ന് പനി പിടിച്ചു, പിച്ചും പേയും പറയാൻ തുടങ്ങി. അതിനേക്കാൾ വലിയ ലക്ഷണങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ വെളിപാടാണ് ഷാജിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ നിങ്ങളെ കുറിച്ച് ചാനലിനെ കുറിച്ചുള്ള പറയട്ടെ, എന്തിനാ ഇങ്ങനെ ലജ്ജാകരമായിട്ട് ചാനൽ? നിങ്ങൾക്ക് ഈ ഇതുപോലെ ഇതുണ്ടല്ലോ, ജനം എന്ന് പറഞ്ഞ രാവിലെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇത്ര തരം താഴാൻ പോകുന്നത്? അല്ല, അതെനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി പറയാമോ? ജനം ചാനൽ വേറൊരു ചാനലാണ്. ഇത്രയ്ക്ക് സംഘപരിവാർ ദാസ്യം നടത്തുന്ന ഒരു ചാനൽ ഈ കേരളത്തിൽ വേറെയില്ല. സംഘപരിവാർ ദാസ്യം. ഞങ്ങൾ സംഘപരിവാറിനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ദാസ്യവേല നടത്തേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. അല്ല ശ്രീ ഏത് വേണമെങ്കിലും എടുക്കാം, ഏത് പരിപാടിയും എടുത്തു നോക്കാം. അല്ല, ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ദാസ്യവൃത്തി ഏറ്റെടുക്കേണ്ടതില്ല. അതുകൊണ്ട് ഞാനിത് പലതവണ, ശ്രീ ഗോപി ഒന്ന് കേൾക്കണം, പലതവണ ഞാനിത് ഈ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു മിനിറ്റ് നിൽക്കൂ. നിങ്ങൾക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിൽ? അല്ല, അതല്ലല്ല, അതുകൊണ്ടല്ല, അത് ആ കാരണത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ പോകുന്ന, ശ്രീ ഗോപി ഒന്ന് കേൾക്കൂ, ഞാൻ പറയാൻ പോകുന്ന കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ആളുകൾ എന്നെ വിമർശിച്ചതുകൊണ്ടല്ല. ഞാൻ പറയാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. RSS-ഓ BJP-യോ അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഞങ്ങളുണ്ട്. ഞങ്ങൾ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്. ഞങ്ങൾ CNN ന്യൂസ് 18 എന്ന് ഇംഗ്ലീഷിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്. ഞങ്ങൾക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ഒറ്റ നയമേ ഉള്ളൂ. CPM ഉള്ളിടത്ത് ഞങ്ങളുണ്ട്. CPM പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോലും ഇല്ലാത്ത, അതായത് ചുവന്ന കൊടി ഉയർത്തിക്കാണിക്കാനും റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലും ഞങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ദാസ്യപ്പണി ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് മുന്നിൽ വരുന്ന വാർത്തകൾ അതേപടി സംപ്രേഷണം ചെയ്യുന്നുവെന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് അത് ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഞങ്ങൾ എന്താണ് പിന്നെ പറയേണ്ടത്? TP ചന്ദ്രശേഖരൻ അറിയാതെ നടന്നു പോകുമ്പോൾ ഒരു കത്തിയിലേക്ക് മറിഞ്ഞു വീണ് മരിച്ചെന്ന് ഞങ്ങൾ പറയണോ? അതോ KT ജയകൃഷ്ണൻ മാസ്റ്റർ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ? അതോ പയ്യോളിയിൽ മനോജ് വധിക്കപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ? അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ? അതോ ഈ കേസിലെ പ്രതികളൊന്നും പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ പറയണോ? അങ്ങനെ പറയാതിരുന്നാൽ ദാസ്യവേലയാകുമെങ്കിൽ അത് പറയാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതാ പറയേണ്ടത്? ജസ്റ്റിസ് ലോയ എങ്ങനെ മരണപ്പെട്ടു പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എങ്ങനെ മരണപ്പെട്ടു എന്ന്? ജസ്റ്റിസ് ലോയ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് പുറത്തുകൊണ്ടുവരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾക്ക് എങ്ങനെ അന്വേഷണം നടത്താൻ കഴിയും? ഞങ്ങൾ അന്വേഷണം നടന്ന് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് എങ്ങനെ മരിച്ചു എന്ന് പോലീസിന്റെ അന്വേഷണം വരുമ്പോൾ ആ വാർത്തയാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ന്യായാധിപന്മാരല്ല, ഞങ്ങൾ അഭിഭാഷകരുമല്ല. ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് ആ ആധികാരികമായ രേഖകൾ കൊണ്ടുവരുമ്പോൾ അത് പറയാനേ കഴിയൂ. അല്ലാതെ നിങ്ങൾ ഒരാളെ കൊന്നു എന്ന് ആരോപിച്ചാൽ അതേറ്റു പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷെ
ഞങ്ങൾക്ക് മരണപ്പെട്ട കാര്യങ്ങൾ അറിയാം, ആ മരിച്ചതാരാണെന്നും അറിയാം. അപ്പൊ കൊന്നതാരാണെന്ന് കോടതി പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു ഇതാണ് കോടതി വിധിയെന്ന്. പിന്നെ അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ വിധി ആവശ്യമില്ല, കോർട്ടിട്ട ജഡ്ജിമാരുടെ വിധി ആവശ്യമില്ല. ഞങ്ങളുടെ വിധി ആർക്കും വേണ്ട, ഞങ്ങൾ ആർക്കെതിരെയും ഒരു വിധിക്കുമില്ല. പക്ഷെ നിങ്ങൾ ഭയക്കുന്നത് എന്താണ്? അത് ഞങ്ങൾ ആരും വിധിക്കാനൊന്നും വരുന്നില്ല, ഞങ്ങൾക്ക് ആരുടെയും വിധിക്കാൻ ഞങ്ങൾ വരുന്നില്ല. പക്ഷെ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഉത്തമ ബോധ്യവും വിശ്വാസവുമുള്ള കാര്യങ്ങൾ, തെളിവുള്ള കാര്യങ്ങൾ കോടതി വിധിയാണെങ്കിൽ അത് ഉറപ്പായും ഉറക്കെ തന്നെ പറയും. പറയുക മാത്രമല്ല ഉറക്കെ തന്നെ പറയും. അതിൽ ശ്രീ ഗോപി അങ്ങനെ എന്താണ് എനിക്ക് ഉളുപ്പുണ്ട്, ഞാനാണോ ഉളുപ്പില്ലാതെ നിൽക്കേണ്ടത്? നിങ്ങളൊരു കാര്യം പറയൂ, ഈ 57 വെട്ടുവെട്ടി നിങ്ങൾ ഒരു മനുഷ്യനെ കൊന്നതിനെ കുറിച്ച് പറയാനിരിക്കാനാണോ, അതാണോ ഞാൻ കാണിക്കേണ്ട ഉളുപ്പ്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഈ നാടിനെ വിറപ്പിക്കുന്ന ഒട്ടനവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇവിടെ അമ്മമാരുടെയും അതുപോലെ സഹോദരന്മാരുടെയും കണ്ണീര് വീഴുടെയും മണ്ണ് നനയുമ്പോൾ അത് പറയാതിരിക്കലാണോ ഞാൻ കാണിക്കേണ്ട ഉളുപ്പ്? അങ്ങനെയാണെങ്കിൽ ആ ഉളുപ്പിന് തയ്യാറല്ല. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നത്? ജനങ്ങളുടെ മനസ്സിൽ ആ വിശ്വാസം ഉറച്ചിട്ടുണ്ട്. ജനങ്ങൾ, ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ മറ്റൊരു സാഹചര്യത്തിൽ അല്ല, അത് ശ്രീ ഗോപി, അത് നിങ്ങൾ ഇത് ആദ്യമായി ഉന്നയിക്കുന്ന ഒരാളല്ല. ഞങ്ങൾ CPM അനുഭാവികളാണെന്ന് പറയുന്നവരുണ്ട്, ഞങ്ങൾ BJP അനുഭാവികളാണെന്ന് പറയുന്നവരുണ്ട്, ഞങ്ങൾ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളെയും അനുഭാവികളാണ് എന്ന് പറയുന്നവരുണ്ട്. അവർക്കൊക്കെയുള്ള ഒരു മറുപടി ഞങ്ങൾ എന്ത് പറയുന്നു എന്നതിനപ്പുറത്ത് ജനങ്ങൾ ഈ പൊതുവേദിയിൽ വിളിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് അവരോടെന്ത് മറുപടിയുണ്ട് എന്നുകൂടി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോപി വല്ലാതെ ദേഷ്യപ്പെട്ട് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. എങ്കിലും അദ്ദേഹത്തിനുള്ള മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ: അക്രമ രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ അതാരു ചെയ്താലും ഞങ്ങൾ തയ്യാറല്ല. അതിനെ ദാസ്യപ്പണിയെന്നോ വിടുവേലയെന്നോ എന്ത് വിളിച്ച് അപഹസിച്ചാലും. മധു എന്നൊരു പ്രേക്ഷകൻ